18 ദിവസത്തെ ബഹിരാകാശവാസത്തിനു ശേഷം ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിലേക്ക് തിരിച്ചു. നാളെ ഉച്ചതിരിഞ്ഞ് കാലിഫോർണിയ തീരത്ത് ഇവർ സഞ്ചരിക്കുന്ന ബഹിരാകാശ പേടകം കടലിൽ ഇറങ്ങും. 7ഓളം വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ വിജയിപ്പിച്ചാണ് ശുഭാംശു ഭൂമിയിലേക്ക് തിരിക്കുന്നത്. 4:45 ശുഭാംശുവും സംഘവും സഞ്ചരിച്ച ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ടത്. 22.5 മണിക്കൂർ നീളുന്ന യാത്രയ്ക്കൊടുവിൽ പേടകം കാലിഫോർണിയ തീരത്ത് കടലിലിറങ്ങും. ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന പേടകം പാരച്യൂട്ട് കൃത്യസമയത്ത് വിന്യസിച്ച വേഗത പരമാവധി കുറച്ചായിരിക്കും കടലിലിറങ്ങുക. 3 പാരച്യൂട്ടുകളിൽ ഒന്ന് ആദ്യഘട്ടത്തിൽ വിടരുകയും തുടർന്ന് 2 പേരുടെയും പാരച്യൂട്ടുകൾ വിടരുകയും ചെയ്യും. ഏറ്റവും കുറഞ്ഞ വേഗതയിൽ ബഹിരാകാശ പേടകം മൃദുവായി ആയിരിക്കും കടലിലിറങ്ങുക. നാവികസേനയുടെ പ്രത്യേക കപ്പലിൽ പേടകം കയറ്റിയതിനു ശേഷം ബഹിരാകാശ യാത്രികരെ ഓരോരുത്തരായി പുറത്തേക്കെത്തിക്കും. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിലെത്തുന്ന സാഹചര്യത്തിൽ 7 ദിവസം പ്രത്യേക നിരീക്ഷണത്തിലായിരിക്കും ശുഭാംശുവും ബാക്കി ബഹിരാകാശ യാത്രികരും. ബഹിരാകാശത്ത് 7 പരീക്ഷണങ്ങളാണ് ശുഭാംശു ISROയ്ക്ക് വേണ്ടി നടത്തിയത്. മസിലുകൾ പുനർനിർമ്മിക്കുന്നതും ബഹിരാകാശ യാത്രയിലെ ആഹാരമായി ഉപയോഗിക്കാവുന്ന ആൽഗകളുടെ പരീക്ഷണവും ഉൾപ്പെടെ അദ്ദേഹം നടത്തിയിരുന്നു. വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് കൊണ്ടുപോയ വിത്തിനങ്ങളും അദ്ദേഹം ബഹിരാകാശത്ത് മുളപ്പിച്ചു. ഇവയുടെ ശാസ്ത്രീയ വിവരങ്ങളും പരീക്ഷണത്തിന്റെ അവസാനം ലഭ്യമായ ഘടകങ്ങളുമായി ശുഭാംശു ഒപ്പം ഭൂമിയിലെത്തും. ബഹിരാകാശത്ത് നിന്ന് പുറപ്പെടും മുമ്പേ സാരേ ജഹാംസെ അച്ഛാ, ഹിന്ദുസ്ഥാൻ ഹമാര എന്നീ വാക്കുകൾ തന്നെ ശുഭാംശു ആവർത്തിച്ചു. 1984 ശേഷം ആദ്യമായി ബഹിരാകാശത്തെത്തുന്ന ഭാരതീയനാണ് അദ്ദേഹം. ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഭാരതീയനുമാണ് ശുഭാംശു ശുക്ല. സയൻസ് ഡെസ്ക്, ജനം.